ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. അത് ഫ്രൈ ചെയ്താണ് ഉണ്ടാക്കുന്നത്. അതിന് അരപ്പിനാവശ്യമുള്ള സാധനങ്ങൾ: കുറച്ച് പെരിഞ്ചീരകം, കുരുമുളക്, 3-4 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് മല്ലിയില. അതിനുശേഷം മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ചുകൊണ്ട് വരട്ടെ. തൈരും കൂടെ ഇട്ട് ഒന്ന് കറക്കാൻ പോവുകയാണ്. അരപ്പെല്ലാം നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഞാൻ പുരട്ടി വെക്കാൻ പോവുകയാണ്. ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, അരച്ചു വെച്ച അരപ്പ്, അമ്മാമ്മ പെരട്ടിയ ചിക്കൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അമ്മാമ്മ ചിക്കൻ ഫ്രൈ ചെയ്യുന്നില്ല, അരമണിക്കൂറായല്ലോ. ഇപ്പൊ ഫ്രൈ ആക്കാൻ പോവുകയാണല്ലോ. ഫ്രൈ ആക്കാനുള്ള പാൻ അടപ്പേ വെച്ച് ഗ്യാസ് കത്തിച്ച് പാൻ ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായി പുരട്ടി വെച്ചേക്കുന്ന മസാല പുരട്ടി വെക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി, എന്നിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കാനാണ്. അതുകൊണ്ട് കുറച്ച് ഫ്രൈ ആകട്ടെ. നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. തുറന്നൊന്ന് ഇളക്കി ഇടാൻ പോവുകയാണ്. നമുക്ക് ഒരുപാട് മൂക്കേണ്ട കാര്യമില്ല. റോസ്റ്റ് ചെയ്ത് എടുക്കാനൊന്നും ചെറിയൊരു ഫ്രൈ ആക്കുന്നതേ ഉള്ളൂ. ഇനി അടയ്ക്കണ്ട, തുറന്ന് വെച്ചൊന്ന് ഇതാക്കുക, ഫ്രൈ ആക്കാം. പകുതി ഫ്രൈ ആയിട്ടുണ്ട്, അത് പോരാ, ഇനി റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. ഫ്രൈ ചെയ്ത എണ്ണയുടെ ബാക്കി ഉണ്ട്, അതിനകത്തോട്ട് ഞാൻ റോസ്റ്റ് ചെയ്യുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട്, അതിന് ശേഷം പച്ചമുളക് ഇട്ട്, പിന്നെ കൊച്ചുള്ളിയും സവാളയും കൂടെ അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില, കുറച്ച് ഉപ്പ് ഇട്ട് അടച്ച് വെച്ച് വാടട്ട. ഉള്ളി വരുമ്പോഴത്തേക്ക് നമുക്ക് റോസ്റ്റിനുള്ള പൊടികൾ എടുക്കാം. ഇതിനകത്ത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ചിക്കൻ്റെ അനുസരിച്ച് എല്ലാവരും എടുക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ പൗഡർ, കുറച്ച് കുരുമുളക് പൊടിയും കൂടാണ് ഇത്. ഉള്ളി വാടിയതിന് ശേഷം ഇതിട്ട് മൂപ്പിച്ചെടുക്കാം. ഉള്ളി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി വാടിയതിന് ശേഷം തക്കാളിക്ക് വരുന്നതാണ്. എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് വാടുന്നോ നോക്കണം, കരിയാതെ. ഇനി റോസ്റ്റിന് ആവശ്യമായ പൊടികൾ ഇടാൻ പോവുക. ഒന്ന് പച്ചവണ്ണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടികളെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി 1/2 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം കുറച്ച് 5-6 അണ്ടിപ്പരിപ്പ് വെള്ളത്തിയിട്ട് അരച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് അരച്ചത് ഒഴിച്ചതിന് ശേഷം ഇച്ചിരി ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ചിട്ട് ചിക്കൻ ഇട്ട് പുരട്ടിയെടുക്കാം. ഇത് അരപ്പെല്ലാം തിളച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ ആക്കിയ ചിക്കൻ ഇടുകയാണ്, പുരട്ടാം. ചിക്കൻ ഇട്ട് അരപ്പോട്ട് പുരട്ടിയതിന് ശേഷം 5 മിനിറ്റ് അടച്ച് വെക്കുക. 5 മിനിറ്റ് ചെറുതീയിൽ കറിവേപ്പില ഇട്ട് അതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. തുറന്ന് നോക്കുകയാണ്. ചിക്കൻ റെഡിയായി.
ചിക്കൻ്റെ നല്ല സൂപ്പർ മണമുണ്ട്. ഗ്യാസ് ഓഫാക്കിയാണ്. എല്ലാം റെഡിയായി. ചിക്കൻ റെഡിയായി. ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. എല്ലാവരും ഇതുപോലൊന്ന് വെച്ച് നോക്കുക. ഞാൻ വെച്ചത് കൂട്ട് നോക്കുക. സൂപ്പർ ചിക്കൻ കറിയാണ്. നിങ്ങൾ അതിൻ്റെ അഭിപ്രായം വെച്ച് നോക്കിയിട്ട് കമൻറ്റിൽ കൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.